ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് കിച്ചൻ. നമ്മളിന്ന് നമുക്കൊന്ന് നോക്കിയാലോ, പ്രോൺസ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പം 1.5 കിലോ കൊഞ്ചാണിത്. ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഉപ്പുവെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇച്ചിരി അതിൻ്റെ ഉളുമ്പെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഉപ്പും വിനീഗറും കൂടെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇടാൻ കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് അല്പം ഉപ്പിടാം ആവശ്യത്തിന്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ജിഞ്ചർ പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൊടി, അല്പം പെപ്പർ പൊടി കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇച്ചിരി ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇച്ചിരി മുളക് പൊടി കൂടെ ഇടണേ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവോളയാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്യണം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അല്ലെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വേണമെങ്കിലും എടുക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പാൻ അടുപ്പത്തിലേക്ക് വെച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്നുകൂടൊന്ന് ചൂടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. കാരണം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികം നമ്മൾ വെക്കത്തില്ല. ചെമ്മീൻ അധികം വേവില്ല. 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് വേവിക്കുക. അതിനപ്പുറം വേവിച്ചാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്നുകൂടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചേർക്കാം. ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെമ്മീൻ ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി, വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വേവിക്കരുത്. ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കളർ കണ്ടോ, വൈറ്റ് കളറായി. അതിൻ്റെ അർത്ഥം അത് വെന്തു എന്നാണ്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നോട്ടെ, ഒന്ന് ഡ്രൈ ആയി വന്നോട്ടെ. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പ്രോൺസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിൽ നിന്ന് നല്ലോണം വെള്ളം വരിക. അപ്പോൾ പ്രോൺസ് നമ്മൾ കഴുകി വാരി ഇച്ചിരിയേറെ നേരം വെക്കണേ, എന്നാലേ ആ വെള്ളം ഫുൾ പറ്റിപ്പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാണ്. എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ.